പാർട്ടി തടഞ്ഞിട്ടും വി എസ് അവിടെ ചെല്ലുന്നു. വി എസ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വി എസിനോട് മീഡിയാസ് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ചോദ്യം പാർട്ടി വിലക്കിയിട്ടും വി എസ് എത്തിയല്ലോ എന്നുള്ളതായിരുന്നു. വി എസ് ഒന്നിനോടും പ്രതികരിച്ചില്ല. വി എസ് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതിനുശേഷം വി എസ് ഒരുപാട് പ്രശ്നങ്ങളല്ല, ഒരുപാട് എതിർപ്പ് പാർട്ടിക്കകത്ത് നിന്നും നേരിട്ടു. ഇതിനെതിരെ ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, അന്ന് ഈ നെയ്യാറ്റിൻകര പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക, തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് പോളിംഗ് സമയത്ത് വിവാദമുണ്ടാക്കിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തരൂർ വരെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമുണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിവാദം ഉണ്ടാക്കി. പക്ഷേ വി എസ് ഉണ്ടാക്കിയ ചലനം, ആ തെരഞ്ഞെടുപ്പ് ദിവസം ആ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ വി എസ് ഉണ്ടാക്കിയ ചലനം അത് ഭയങ്കരമായിരുന്നു. അതൊരു കൊടുങ്കാറ്റായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിനെ വലിയ രീതിയിൽ ബാധിച്ചു. പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ വി എസിനെ അത് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വി എസിൻ്റെ എതിരാളികൾ വലിയ രീതിയിൽ ശ്രമിച്ചു. വി എസ് കുലുങ്ങിയില്ല, ഒരിക്കലും തിരുത്താൻ തയ്യാറായില്ല. ഞാൻ പോയത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായില്ല. പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും കലഹിക്കാനായിരുന്നു. കലഹിച്ചാണ് വി എസ് മുന്നോട്ട് പോയത്.